ഹലോ നമസ്കാരം, വെൽക്കം ടു ദേവ് സ്റ്റോക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 38. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ തീ പാറിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു. കാരണം പവർ ടീം എന്താണ്, പവർ ടീമിന്റെ പവർ എന്താണ് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തൊരു എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ശരിക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലരുടെയും മുഖംമൂടികൾ വലിച്ചു കീറാൻ പവർ ടീമിന് കഴിഞ്ഞു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് എപ്പിസോഡിലെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി വരാം. തലേ ദിവസത്തെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ സ്ഥിരം മോർണിംഗ് സോങ് ഉണ്ടായിരുന്നില്ല, മോർണിംഗ് ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തലേ ദിവസത്തെ ഒരു സ്റ്റാച്ചു പ്ലേ ഗെയിം ആയിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ കുട്ടിക്കാലത്ത് സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ പ്രതിമ പോലെ നിൽക്കുന്നു, പ്ലേ പറയുമ്പോഴേക്കും മൂവ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു അവർ കളിച്ച്. അതായിരുന്നു എപ്പിസോഡിലെ സ്റ്റാർട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആഴ്ചത്തെ പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ചലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. മെലോ ഡ്രാമ അവതരിപ്പിക്കുക. 3 ടീമുകളെയും മെലോ ഡ്രാമ അവതരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. കണ്ടന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസിലെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ വ്യക്തികളെയോ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അനുകരിക്കാം. അത് മെലോ ഡ്രാമ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പാട്ട് ചേർക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റാം, അങ്ങനെ എന്ത് വേണമെങ്കിലും അത് കണ്ടസ്റ്റൻസിന്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ ചലഞ്ചായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പവർ ടീമിന്റെ പവർ അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തു. പവറിന്റെ ആ സ്റ്റിക്ക് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പവർ റൂമിന്റെ പവർ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെൻ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യണം. ബിഗ് ബോസ് ഡെൻ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തു. അതിനകത്ത് ഉണ്ടായിരുന്നത് ജാസ്മിൻ, അപ്സര, ഗബ്രി, അർജുൻ, റസ്മിൻ ബായ്, ഇത്രയും പേര് ആ റൂമിനകത്ത് ഉണ്ടായിരുന്നു. ശരിക്കും ജാസ്മിൻ ടണൽ റൂമിലെ മെമ്പറാണ്. അപ്പോൾ ഇപ്പോഴും അവസരം കിട്ടിയാൽ ജാസ്മിൻ എന്ത് ചെയ്യും, ഗബ്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് ആ വിഷയം നമുക്ക് എടുക്കണ്ട. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതൊരു നാട്ടക്കേസായിട്ട് മാറിയിരിക്കുകയാണ്. എന്നും ഇവർ മാത്രമാണ് ഇപ്പോൾ കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇവരുടെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വിഷയം എടുക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇന്ന് അതെടുത്തേ പറ്റൂ. മുന്നോട്ട് പോകുമ്പോഴേക്കും അത് അവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ അവരെ ലോക്ക് ചെയ്തു. അപ്സരയും റസ്മിനും അല്ലെങ്കിൽ അർജുനും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇവരവിടെ കിടന്ന് ഒരേ ബഹളം. ഗബ്രിക്ക് ടോയ്ലറ്റിൽ പോകണം, നീ അവിടെ പവർ ടീമിന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കടാ, എന്നിട്ട് നീ ഇവിടെ വന്ന് അതുപോലെ നിൽക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഗബ്രിയുടെ. അയാൾക്ക് വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, പക്ഷേ വിവരം എന്ന് പറഞ്ഞാൽ ലേശം പോയിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത്രയും കച്ചറയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി വളരെ മോശം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അത്രയും അധിക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം അവൻ അധിക്ഷേപിക്കുന്നുണ്ട്. അത് ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് പവർ റൂമിലുള്ള ആളുകൾ നേരെ ടണൽ ടീമിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. ഇങ്ങനെയാണ് സംഭവം, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അത് ജാസ്മിനോടുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ആ സമയത്ത് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു, ബാക്കി ഈ മെലോ ഡ്രാമയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ജാസ്മിൻ ഇല്ലാതെ ഇവരോട് അത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ കാരണവും ഈ പവർ ടീം അവരുടെ അടുത്ത് പോയിട്ട് ബോധിപ്പിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി, ഇത് ഞങ്ങൾക്ക് ഫെയർ ആയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ അൻസിബ പറയുന്നുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഗബ്രി ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജിൻഡോനെയും സിബിനെയും. വല്ലാണ്ട് ഉളുപ്പുണ്ടോടാ, കുറേ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞിട്ട് ഗബ്രി പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തോറ്റു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്തും വിളിച്ചു പറയും. അത് അവൻ്റെ ഒരു നേച്ചറാണ്. ഇതിന് മുൻപ് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ മോശം വാക്കുകൾ പറയുന്ന കേട്ടിട്ട് പവർ ടീം ആ റൂം തുറന്നു കൊടുക്കാന്നുള്ള ചിന്തയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ ഗബ്രി പ്രൊവോക്ഡ് ആയിട്ട് ക്യാപ്റ്റനെയും സിബിനെയും മോശം വാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഗബ്രി മാപ്പ് പറഞ്ഞാൽ മാത്രമേ റൂം തുറക്കുള്ളൂ എന്ന് പവർ ടീം തീരുമാനമെടുത്തു. അവരത് അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതുവരെ ഗബ്രിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിരുന്ന ഗബ്രി പിന്നെ ടോയ്ലറ്റിൽ പോകണ്ട. പിന്നെ ഉടനെ ജാസ്മിന് പീരീഡ്സ് ആണ്, അതുകൊണ്ട് പാഡ് മാറ്റാൻ പോകണം, അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് തലേ ദിവസമേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാടകമെന്ന് പറഞ്ഞാൽ ഇജാതി നാടകം. ഇന്നലെ മറ്റേ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ പോകുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗബ്രി ഇന്ന് തിരിച്ച് പ്രതികരിച്ചു തുടങ്ങി. എല്ലാം വെറും അഭിനയം മാത്രം. 2 പേരും അഭിനയിക്കുകയാണ്, നല്ല തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ മത്സരത്തിന് ഓസ്കാർ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ 2 പേർക്ക് കൊടുക്കണം, അതിനൊരു സംശയവും വേണ്ട. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു ഇവർ മാത്രം. ബാക്കി എല്ലാവരും ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഗെയിം കളിച്ചു പോകുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ മണ്ടരാക്കിക്കൊണ്ടു പോകും. ഇന്നലെ മെനഞ്ഞാന്ന് വരെ ലവ് ഡ്രാമയായിരുന്നു, ലവ് ട്രാക്ക് ആയിരുന്നു. അത് കഴിയുമ്പോൾ സെന്റിമെന്റലായി, ഇന്ന് റിയാക്ടിങ് ആയി. അപ്പോൾ ഇവരിനി പവർ ടീമിനെയും ക്യാപ്റ്റനെയും അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിക്കുന്നില്ല, അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നാടകമൊക്കെ ഇവരുടെ നാടകം കഴിഞ്ഞു. ഈ പീരീഡ്സിന്റെ കാര്യം പറഞ്ഞതിന്റെ പേരിൽ അപ്പൊ അതിന്റെ പൂജ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് പീരീഡ്സ് ആണെങ്കിൽ നീ ഗബ്രിയെ കൺവിൻസ് ചെയ്യും, അവനോട് മാപ്പ് പറയാൻ പറയും. അവൻ എന്തായാലും നിന്റെ അച്ഛനാണ്, അമ്മയാണ്, ആങ്ങളെയാണ്, ഭർത്താവാണ്, കാമുകനാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ അവനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യും, ഒരു മാപ്പ്. അവൻ അത് പറയാൻ തയ്യാറല്ല. സോ ജാസ്മിന് വേണ്ടി പോലും അവന്റെ ഈഗോ അവൻ മാറ്റിവെക്കാൻ അവൻ തയ്യാറല്ല. അത് പൊളിച്ചാക്കി കൊടുത്തു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പവർ ടീം ഗംഭീരം. ഓരോ കാര്യങ്ങളും കണ്ണിങ്ങായിട്ടാണ് അവർ ചെയ്യുന്നതും നോക്കുന്നതും കാണുന്നതും. കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കുന്നുണ്ട്.
ഇതിനിടയ്ക്ക് ഇവർക്ക് ലൈവിൽ കാണിച്ചൊരു കാര്യമാണ്, ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ മൈക്ക് ധരിക്കാത്തതിന്റെ പേരിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ അതിന്റെ പേരിലാണ് ജാസ്മിൻ വയലന്റ് ആയതും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതെന്നൊക്കെ പറയുന്നു. ഗബ്രി തല കറങ്ങി വീഴുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജിൻഡോ പറഞ്ഞു ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് റസ്മിൻ വന്നിട്ട് 2 ദിവസത്തേക്ക് ജാസ്മിനെ ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു, റിക്വസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് ജിൻഡോ പറഞ്ഞു. അടിച്ചേനെ കഴിഞ്ഞ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവർ അതിനെ വളച്ചൊടിച്ച് സ്പോട്ടിൽ ഒരു ഇഷ്യൂ ആക്കി മാറ്റി. ക്യാപ്റ്റനായ ജിൻഡോ കണ്ടസ്റ്റന്റിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. ഇതാര് സംസാരിക്കുന്നു? ജാസ്മിന് വേണ്ടി ഗബ്രി സംസാരിക്കുന്നു. അവിടെ അങ്ങനെയാണല്ലോ, ജാസ്മിന് വേണ്ടി ഗബ്രി സംസാരിക്കും, ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു കോർട്ട് റൂം പോലെയൊക്കെ ആക്കി, പവർ ടീമിന്റെ കോർട്ട് റൂം ആക്കി മാറ്റി അടുത്ത ദിവസം സംസാരിക്കാനൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അത് സംസാരിച്ചില്ലെന്ന് ലൈവ് ഞാൻ കണ്ടില്ല, അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഒരു ചോദ്യം ചോദിച്ചു, ഈ വിഷയത്തിന് കോർട്ട് റൂം വേണം, ഇവിടെ ഗബ്രി മോശം വാക്ക് ഉപയോഗിച്ചതിന് സ്പോട്ടിൽ പണിഷ്മെന്റ്, അത് എവിടുത്തെ ന്യായം, എവിടുത്തെ നീതി? അപ്പോൾ സിബിൻ പറഞ്ഞു, അത് ഇവിടുത്തെ ന്യായം, ഇവിടുത്തെ നീതി. കാരണം ഗബ്രി വിളിച്ചത് പവർ ടീം മെമ്പറെയാണ്, ക്യാപ്റ്റനെയാണ്. അതുകൊണ്ട് പവർ ടീം അവിടെ എപ്പോൾ ശിക്ഷിക്കണം, എപ്പോൾ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് പവർ ടീമിന്റെ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ശരിക്കും പവർ ടീമാണ് സ്കോർ ചെയ്തത്. ഗംഭീരമായിരുന്നു. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും പവർ ടീമിനെ അനുസരിച്ച് മനസ്സിലാക്കി കൂടെ നിന്നു. ഒടുവിൽ ഈ പറഞ്ഞ പീരീഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പവർ ടീമിന് ഒരു അനുകമ്പ തോന്നി, ദയ തോന്നി. പറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും കാമുകനും ഭർത്താവും ഒക്കെയായ ഗബ്രിക്ക് ജാസ്മിന് വേണ്ടി ഒരു മാപ്പ് പറയാൻ അവൻ്റെ ഈഗോ സമ്മതിച്ചില്ല. പക്ഷേ അത് പവർ ടീം മനസ്സിലാക്കിക്കൊണ്ട് ഗബ്രിക്ക് മാപ്പ് കൊടുക്കുന്നു, റൂം തുറക്കുന്നു എന്ന് പറഞ്ഞ് റൂം തുറന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ മെലോ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഡെൻ ടീമാണ് വന്നത്. ഈ ഗബ്രിയും അപ്സരയൊക്കെ ഉൾപ്പെടുന്ന ഡെൻ ടീം വന്നു. അവർ പെർഫോം ചെയ്തു. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് ടീം വന്നു. സായി, നന്ദന, അഭിഷേക്, ശ്രീകുമാർ അവരുടെ ടീം. അതും വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ട് സായി വളരെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നൊരു ഫീൽ വന്നു. ഒരു ആക്റ്റീവ്നെസ് തോന്നുന്നില്ല. അത് സായിയുടെ നേച്ചറാണെന്ന് എനിക്കറിയില്ല. സായി എല്ലാ ടീം മൊത്തത്തിലൊരു ഇനാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അതിൽ നന്ദന മാത്രമാണ് കുറച്ചൊന്ന് ആക്റ്റീവായിരുന്നത്. അതുപോലെ തന്നെ അഭിഷേക്, ശ്രീകുമാറും കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ആക്റ്റീവായിരുന്നു. പക്ഷേ ബാക്കി എനിക്ക് അങ്ങോട്ട് ആ ആക്ട് അങ്ങോട്ട് വലിയ സുഖമായിട്ട് തോന്നിയില്ല. മൂന്നാമത് വന്ന ടണൽ ടീം ഗംഭീരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ശ്രീരേഖ, അതുപോലെ ജാസ്മിൻ, അൻസിബ, അവരുടെ ആ ഒരു ടീം. അൻസിബ പിന്നെ വന്നത് ശ്രീതുവായിരുന്നു. അപ്പോൾ അവരുടെ ടീം നല്ല രസമായിട്ട് അത് പെർഫോം ചെയ്തു. നല്ല രസം, നമുക്ക് കണ്ടിരിക്കാൻ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലം വന്നപ്പോഴേക്കും ടണൽ ടീമിനെ ഫസ്റ്റ്, ഡെൻ ടീം സെക്കൻഡ്, ടണൽ ടീം നെക്സ്റ്റ് ടീം തേർഡ്, അങ്ങനെയാണ് അതിൻ്റെ ഫലം പ്രഖ്യാപനം വന്നത്. ഇതെല്ലാം പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ ഇതെല്ലാം മാർക്ക് കൊടുത്തത് കോയിൻസ് ആയിരുന്നു. കോയിൻസ് കൊടുത്തത് പവർ ടീമായിരുന്നു. ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് ടണൽ ടീമിനും, സെക്കൻഡ് കോയിൻ കിട്ടിയത് ഡെന്നിനും, തേർഡ് നെസ്റ്റിനുമായിരുന്നു. അപ്പോൾ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ രാവിലത്തെ കാര്യം ചോദ്യം ചെയ്യാൻ വേണ്ടി, ഈ റൂമിൽ അടച്ചിട്ട കാര്യമുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ജാസ്മിൻ ജിൻഡോനെ വിളിച്ചുകൊണ്ട് പോയി. അതിന് കോമഡി എന്ന് വെച്ചാൽ ജാസ്മിൻ അടുത്ത ദിവസമാണ് ഈ കോർട്ട് റൂം വിളിക്കുന്നത്. അപ്പോൾ സാക്ഷിപരൻ ആൾ വേണം. അതിന് ആദ്യം അഭിഷേക് ജയദീപിനെ കൂട്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നന്ദയുടെ അടുത്ത് വന്നു. ഇങ്ങനെ ഓരോരുത്തരെയും കൂട്ടുപിടിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ക്യാപ്റ്റനെ വിളിച്ചിട്ട് സംസാരിക്കുവാണ്, എന്താണ് സംഭവിച്ചത്, ഗബ്രി എനിക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻ ഞങ്ങൾക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് അതോ പവർ ടീമിന് വേണ്ടിയാണോ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ജിൻഡോ അവിടെ കൊടുക്കേണ്ട മറുപടി കൊടുത്തു. ജിൻഡോ ഇറങ്ങിപ്പോയി. ജിൻഡോയുടെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഗബ്രി പറഞ്ഞപ്പോൾ ഗബ്രിയോട് ചോദിച്ചു, ഗബ്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ ക്യാപ്റ്റൻ, ജനങ്ങളുടെ ക്യാപ്റ്റൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ജിൻഡോ തിരിച്ച് ചോദിച്ചു, നീ എനിക്ക് വോട്ട് ചെയ്തോ, ഞാൻ വോട്ട് ചെയ്തവർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവർ വലിയൊരു സംഭവമാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ അടി ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് തല്ലുണ്ടാക്കുന്ന ഒരു വേദി മാത്രമാണ്. പഴയ ബിഗ് ബോസ് സീസൺസ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് ഉണ്ടാവും, എന്തെങ്കിലും പരിപാടികളോ കൾച്ചറൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ടാസ്കുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺസിൽ ടാസ്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ടാസ്കുകളൊന്നും കാണുന്നില്ല. ആകെ ഒരു പവർ റൂം ടാസ്ക് ഉണ്ടാവും, പവർ റൂം ചലഞ്ച് ഉണ്ടാവും, ഒരു പവർ റൂം ചലഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും. കഴിഞ്ഞു, ഇവരുടെ ടാസ്ക് കഴിഞ്ഞു. വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഫുൾ ടൈം അടിയും പിടിയും ബഹളം തന്നെയാണ്. പിന്നെ കൂടുതൽ ഇവരുടെ ഈ പറയുന്ന ജാബ്രികളുടെ വേക്കൂത്ത്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് എന്ത് ബോറിംഗ് പരിപാടി എന്നാണ് പറയുന്നത്, കാണാൻ തോന്നുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഞാനത് ഇവിടെ കൊണ്ടുവരേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ പറയാം, നമ്മുടെ ജാസ്മിനെ കല്യാണം ആലോചിച്ച ചെക്കൻ, അവൻ്റെ പുതിയൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ നിന്നും അവൻ പിന്മാറുന്നു. എങ്ങനെ പിന്മാറാതിരിക്കും? കാരണം
ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി, ഏത് ലോകത്ത് പോയാലും ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഷോയ്ക്ക് പോകുന്ന ഒരാൾ, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ആ പ്രതീക്ഷ നൽകിക്കൊണ്ട് പോകുന്ന ഒരാൾ അവിടെ പോയിട്ട് ഇജാതി കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാൽ, ഗെയിമിന് വേണ്ടി ആയിക്കോട്ടെ, എന്തിനു വേണ്ടി ആയിക്കോട്ടെ, നാളെ അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.